ഹായ്, സമയം 3 മണി 2:57. നമ്മൾ ഇന്ന് ഒറ്റ ട്രേഡ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ട്രേഡ് തന്നെ നമ്മളെ ഡെയിലി ടാർഗറ്റ് പ്രോഫിറ്റ് അടിച്ചായിരുന്നു. പിന്നെ വേറെ ട്രേഡ് ഒന്നും ഇരുന്നിട്ടില്ല. നമ്മൾ എൻട്രി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പണിങ്ങിൽ തന്നെ എൻട്രി എടുത്തിട്ടുണ്ടാവും. ഏകദേശം ഈ ഒരു റേഞ്ചിലായിട്ട് നിഫ്റ്റിയിൽ വെച്ച് ഈ 9.30 ഈ ക്യാൻഡിലിൻ്റെ ഹൈക്ക് എത്തിയപ്പോഴാണ് നമ്മൾ ക്ലോസ് ചെയ്തത്. നമ്മൾ ആ ട്രേഡ് എടുക്കാനില്ല, കാരണം ഒന്ന് ഇന്നലത്തെ വാല്യൂരിയുടെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പണായി സഡൻ താഴെ വന്ന് ഈ ഒരു വാല്യൂരി ഹൈ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് റീട്രേസ് ആവുമല്ലോ. അത് വിത്തിൻ സെക്കൻഡ്സിൽ നടന്നത്. അതായത് 9:15 ആകുമ്പോൾ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളെ ടാർഗറ്റ് ഉണ്ടായിരുന്ന ഈ ഒരു സിംഗിൾ പ്രിൻ്റ് ആയിരുന്നു. അതാണ് നമ്മളിവിടെ എത്തിയപ്പോൾ എക്സിറ്റ് അടിച്ച് ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ. ദെൻ പിന്നെ മാർക്കറ്റ് ഭയങ്കര ബീസ്റ്റ് മൂവ് വന്നിരിക്കണം, രക്ഷയില്ല, നല്ല മൂവ് വന്നിരിക്കണം. നമ്മളടുത്ത ഓപ്ഷൻ തന്നെ 400 പോയിൻ്റൊക്കെ മൂവ് ചെയ്തിരിക്കണം. ടോട്ടലിൽ നിന്ന് 528 പോയിൻ്റ് വരും. സാധാരണ നിഫ്റ്റി പെർ ഡേ മൂവ് ചെയ്യാറ് ഒരു 300 പോയിൻറ്റ്, 313, 314 അങ്ങനത്തെ ആവറേജ് ഒരു റേഞ്ച് ഉണ്ടാവില്ല നമ്മളെ ATR വെച്ച് പോകും. പക്ഷെ ഇന്ന് അതിനേക്കാളൊക്കെ 578 പോയിൻറ്റോളം നിഫ്റ്റി മൂവ് ചെയ്തേക്കണം, ഹൈ മൈനസ് ലോ. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ആ ഒരു എക്സിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വേറെ ട്രേഡൊന്നും എടുത്തിട്ടില്ല. നമ്മൾ റെഫറൻസ് പോയിൻറ്റുകളൊക്കെ പൊട്ടിച്ചിങ്ങനെ ആൾ മേലെ പോയിക്കൊണ്ടിരിക്കാം. നമുക്ക് നോക്കാം ഏതുവരെ പോകുന്നു. ഓക്കെ, നമ്മൾ എൻട്രി ഇതാണ്. എൻട്രി കാലത്ത് 9:15 എടുത്ത് 9:15 23 വരുന്നൊരു കാൾ 400 മേടിച്ച് 515 നമ്മൾ കൊടുത്ത് 2875 നമ്മൾ പ്രോഫിറ്റ് ആയിരുന്നു. ഏകദേശം 115 പോയിൻ്റുള്ള നമ്മൾ ടാർഗറ്റ് ഇതെടുത്ത് പ്രോഫിറ്റ് എടുത്ത്. പിന്നെ നമ്മുടെ ടാർഗറ്റ് എത്തിയ കാരണം പിന്നെ നമ്മൾ എക്സിറ്റ് അടിച്ച് പിന്നെ മാർക്കറ്റ് നമ്മൾ നോക്കിയിട്ടില്ല കേട്ടോ. ഇത്രയും വൈകി മൂവ് വരുന്നതൊന്നും അത് നമ്മളതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇപ്പോൾ ഇങ്ങനത്തെ മൂവ് വരണമെന്നൊന്നുമില്ലല്ലോ. ചില ദിവസം നമ്മൾ ഓവർ ട്രേഡ് ചെയ്യല്ലേ, അത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് തിരിച്ച് മാർക്കറ്റിന് ഗിവ് ചെയ്യാനൊരു ചാൻസ് വരലുണ്ട് നമ്മുടെ സൈക്കോളജി പ്രശ്നം. അപ്പോൾ നമ്മൾ ഡെയിലി ഏകദേശം 2500 ഉള്ളൂ ടാർഗറ്റ് പെർ ഡേ ഞാൻ അധികം ട്രേഡിലും എടുക്കാറ്. ഇതിൽ നമുക്ക് വീണ്ടും അതിനെക്കാട്ടിലും 40 പോയിൻറ്റിലധികം കിട്ടിയില്ലേ. സോ നമ്മളിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പിന്നെ നമ്മൾ മാർക്കറ്റ് നോക്കിയിട്ടില്ല. വാച്ച് ചെയ്തിരുന്നു, ഫോണിൽ വാച്ച് ചെയ്തിരുന്നല്ലേ, നമ്മൾ ഇത് ഓർഡർ ഫ്ലോ ഒക്കെ വെച്ചിട്ട് ഒരേപോലെ വാച്ച് ചെയ്തില്ല. കാരണം നമുക്ക് ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നൊക്കെ തോന്നിയിട്ട് നമുക്ക് ഒരുപാട് വട്ടം അതുപോലെ എന്താ പറയുക അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. സോ മാർക്കറ്റ് നല്ല മാർക്കറ്റ് എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു അല്ലേ. നല്ല മാർക്കറ്റ്. ആ ഒരു സ്ലോപ്പ് ഒക്കെ എങ്ങനെ ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ച് എടുക്കുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ട്. 643 900 4000 എത്താരെ. ഓക്കെ, എന്തായാലും ഇനി തിങ്കളാഴ്ച കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു.